ഡോക്ടർ, ഇപ്പോൾ ജനിതകപരമായി വരിക ഇപ്പോൾ ഒരു കുടുംബത്തിൽ തന്നെ ഒരുപാട് കുട്ടികൾക്ക് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കുട്ടികൾക്ക് ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് ജനിതകപരമായി എന്ന് തന്നെ പറയാൻ സാധിക്കില്ലേ? ജനറ്റിക്കലി ഫാമിലീസിൽ ഓട്ടിസം ട്രെയ്റ്റ് ഉണ്ടെങ്കിൽ അത് റൺ ചെയ്യാൻ സാധ്യത കൂടുതലാണ്. ഒരേ കുടുംബത്തിൽ അത് പാരമ്പര്യമായിട്ട് ഇപ്പോൾ അച്ഛനുണ്ടെങ്കിൽ കുഞ്ഞിനുണ്ടാവാം, അമ്മയ്ക്കുണ്ടെങ്കിൽ കുഞ്ഞിനുണ്ടാവാം. അത് അങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഓട്ടിസം ഉള്ള കുടുംബങ്ങളിൽ അത് പ്രൊപ്പഗേറ്റ് ചെയ്ത് പോവാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം നേരത്തെ തന്നെ തിരിച്ചറിയാൻ സാധിക്കില്ലേ? കാരണം കുട്ടികൾ പലതരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കാം. ഇപ്പോൾ ഡോക്ടർ തന്നെ തുടക്കത്തിൽ പറഞ്ഞു ഉൾവലിയുന്ന ഒരു മനോഭാവം എന്നത്, അതൊക്കെ ഇതിൻ്റെ ഒരു ലക്ഷണത്തിൻ്റെ ഭാഗമായിരിക്കാം അല്ലേ? അതെ അതെ. അപ്പോൾ തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കാമോ എന്ന് ചോദിച്ചാൽ അത് വളരെ നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഓട്ടിസം ഓർ സെൽഫ് സെൻറ്റേർഡ് ഒരു ബിഹേവിയർ ഒരു പാരൻറ്റിനായിരിക്കും ഏറ്റവും അധികം കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഡോക്ടേഴ്സ് യൂഷ്വലി ഇറ്റ് വിൽ ടേക്ക് അറൗണ്ട് ഒരു 1.5 to 3 years ഒക്കെ എടുക്കും ചിലപ്പോൾ ഡോക്ടേഴ്സിൻ്റെ അടുത്തത് വരാനായിട്ട്. ബട്ട് കുറച്ചും കൂടെ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഒരു അമ്മയ്ക്കോ ഒരു അച്ഛനോ ഒക്കെ കുറച്ചുകൂടെ നേരത്തെ അത് അറിയാൻ പറ്റും. ഈവൺ ഒരു 6 months ഒക്കെ ആകുമ്പോൾ നമുക്കൊരു ഡെവലപ്മെൻ്റ് ഒക്കെ തോന്നുമല്ലോ കുഞ്ഞിന്. ഏറ്റവും ആദ്യം തന്നെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ കണ്ണും മദറിൻ്റെ ഐ കോണ്ടാക്റ്റ് ഉണ്ടാവും കുഞ്ഞിന്. ഒരു 6 ആഴ്ചയൊക്കെ ആകുമ്പോൾ കുഞ്ഞ് മുഖത്ത് നോക്കി അറിഞ്ഞുകൊണ്ട് പേര് അറിഞ്ഞ് ചിരിക്കാൻ തുടങ്ങും. അങ്ങനെയൊക്കെയുള്ള ഒരു സോഷ്യൽ റെസ്പോൺസസ് വിൽ സ്റ്റാർട്ട് വെരി ഏർലി ഇൻ ലൈഫ്. ആ ഒരു സമയത്ത് പോലും അതിലുള്ള വ്യത്യാസങ്ങൾ ചിന്തിക്കുന്ന മാതാപിതാക്കൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു 6-7 മാസം ആകുമ്പോഴേക്കും സ്ട്രേഞ്ചേഴ്സിനെ കണ്ടാലുള്ള ബിഹേവിയർ വേറെയാണ്, അടുപ്പമുള്ളവരോട് കാണിക്കുന്ന ബിഹേവിയർ വേറെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ. പിന്നെ സംസാരങ്ങൾ വൈകുന്നത്, അതെല്ലാം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ഒരു വയസ്സാകുമ്പോഴേക്കും ഒരു 8-10 വാക്കെങ്കിലുമൊക്കെ പറഞ്ഞില്ലെങ്കിൽ സംസാരങ്ങൾ ലേറ്റ് ആവുന്നത് ഓട്ടിസത്തിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ്. അപ്പോൾ എങ്ങനെ നേരത്തെ കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ ഒട്ടും സംസാരിക്കുന്നില്ല, മറ്റുള്ളവരോട് ഇടപഴകാൻ ഇഷ്ടപ്പെടുന്നില്ല, അങ്ങനെ കൂട്ടുകൂടി കളിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, ഒരു ഇച്ചിരി ആകുമ്പോഴത്തേനും തനിയെ പ്ലേ ചെയ്യും കുഞ്ഞുങ്ങളിരുന്ന്. കുറച്ച് കഴിയുമ്പോഴേക്കും കൂട്ടുകാരോട് കൂടി ഇരുന്ന് കളിക്കണം, പാരലായിട്ട് പ്ലേ ചെയ്യാൻ തുടങ്ങും. അത് കഴിയുമ്പോൾ മിങ്കിൾ ചെയ്ത് കളിക്കാൻ തുടങ്ങും. ഇതിനൊന്നിനും ഇഷ്ടമല്ലാതെ സ്വന്തമായി മാത്രം ഇരുന്ന് കളിക്കുമ്പം നമുക്ക് ആ ഓട്ടിസ്റ്റിക് ബിഹേവിയർ ഉണ്ട് എന്നുള്ളത് വളരെ ഏർലി ആയിട്ട് നമുക്ക് തോന്നാൻ പറ്റണം. അതായത് സ്വന്തമായിട്ടാണ് ഇരുന്ന് കളിക്കുന്നത്, സംസാരങ്ങൾ കുറവാണ്, മറ്റുള്ളവരോട് ഇടപഴകുന്നത് കുറവാണ്, ശ്രദ്ധ കുറവാണ്, അമ്മയോ അച്ഛനോ വിളിക്കുമ്പോൾ അതെന്നോടല്ല എന്നുള്ള മട്ടിലുള്ള അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ സ്വഭാവ വ്യതിയാനങ്ങൾ മാതാപിതാക്കൾക്ക് തന്നെ വളരെ ഏർലി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടു ചെല്ലുമ്പോഴത്തേനും മിക്കവാറും നമ്മുടെ നാട്ടിൽ കുറച്ച് താമസങ്ങൾ വരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഈ 3 ഡൊമെയിനിൽ നമ്മൾ നോക്കണം. അതായത് ആശയങ്ങൾ ഗ്രഹിക്കാൻ, ഒരാൾ എന്താണ് ഒരു വാചകം കൊണ്ട് ഒരു ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കുഞ്ഞിന് കഴിയുന്നില്ല, തിരിച്ച് റെസിപ്രൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, തിരിച്ചത് സംസാരിച്ച് ഒരുമിച്ച് ആശയവിനിമയം നടക്കുന്നില്ല, സംസാരശേഷികൾ ഇച്ചിരി കുറവാണ്, പുറകിലോട്ടാണ്, റിപ്പീറ്റഡായിട്ട് ഇപ്പോൾ ഒരു കളിപ്പാട്ടങ്ങൾ കൊടുത്താൽ അത് തന്നെ അടുക്കി വെച്ചുകൊണ്ടിരിക്കും. ഒരു കാറ് കൊടുത്താൽ അതുകൊണ്ട് എങ്ങനെ കളിക്കണം എന്ന് അറിഞ്ഞുകൂടെ ചുമ്മാ അത് അടുക്കി പറക്കിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ ഏർലി ആയിട്ട് അത് സംശയിക്കാവുന്നതാണ്.